നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. ഈ വർഷം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ മാറ്റം നടക്കുന്ന വർഷമാണ്. 2.5 വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി 2025 മാർച്ച് 29 കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട്. പിന്നീട് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാറ്റമാണ് രാഹു-കേതു മാറ്റം. 2025 മെയ് 18 അതായത് 1200 ആണ്ട് ഇടവം 4-ാം തീയതി 9:30 PM രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2026 ഡിസംബർ 5 വരെയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സ്ഥിതി ചെയ്യുന്നത്. നവഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായതും തമോ ഗ്രഹങ്ങളും എല്ലാ ദോഷാനുഭവങ്ങൾ മാത്രം തരുന്നതും എപ്പോഴും വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. 1.5 വർഷക്കാലമാണ് രാഹുവും കേതുവും ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റം ഓരോ നക്ഷത്രക്കാരെയും ധാരാളം സ്വാധീനം ചെലുത്തുന്നുണ്ട്. മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു പിന്നിലെ രാശിയായ കുംഭം രാശിയിലേക്കും കന്നി രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു പിന്നിലെ രാശിയായ ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. രാഹുവിനും കേതുവിനും ഒരു പ്രത്യേകതയുണ്ട്. സ്വന്തമായി ഒരു രാശി ഇല്ലാത്തതിനാൽ അവ നിൽക്കുന്ന രാശിയുടെ സ്വഭാവം പ്രകടിപ്പിക്കും. അതുകൂടാതെ രാഹുവിന് ശനിയുടെ സ്വഭാവവും കേതുവിന് ചൊവ്വയുടെ സ്വഭാവവുമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാഹു ശനിയുടെ ക്ഷേത്രത്തിലാകയാൽ ശനിയുടെ സ്ഥാനവും കണക്കിലെടുത്ത് ഫലം ഉറപ്പിക്കേണ്ടതുണ്ട്. കേതു ആദിത്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആദിത്യൻ എല്ലാ മാസങ്ങളിലും രാശി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളതിനാൽ ഫലങ്ങൾക്കും മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രവി ഇഷ്ടസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സമയത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. എന്നാൽ രവി അനിഷ്ടസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ മോശ അനുഭവങ്ങളും തരുന്നതാണ്. അശ്വതി, മകം, മൂലം എന്നിവ കേതുവിൻ്റെ നക്ഷത്രങ്ങളും തിരുവാതിര, ചോതി, ചതയം എന്നിവ രാഹുവിൻ്റെ നക്ഷത്രങ്ങളും ആകുന്നു. രാഹു ഏതെല്ലാം ഗ്രഹങ്ങളോട് യോഗം ചെയ്യുന്നുവോ, ഏതെല്ലാം ഗ്രഹങ്ങളുടെ ദൃഷ്ടി ലഭിക്കുന്നുവോ അതിന് ആ ഗ്രഹങ്ങളുടെ എല്ലാം ഫലം പ്രകടമാകുന്നതാണ്. രാഹു പൂർവജന്മത്തിൻ്റെയും പൂർവകർമ്മത്തിൻ്റെയും ഭൗതികമായതും അമിതമായ ആർത്തി, ദുഷ്ടപ്രവൃത്തികൾ, ചിന്തകൾ, ലൈംഗിക ആസക്തി, മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുക, സംശയാസ്പദമായ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും തർക്കങ്ങൾ എന്നിവയ്ക്കും അന്യദേശ ഭാഷ, ദൂരദേശ യാത്രകൾ എന്നിവയുടെ കാരകത്വം രാഹുവിന് ഉണ്ട്. എന്നാൽ കേതുവാകട്ടെ എല്ലാ കാര്യത്തിലും ഒരു വിരക്തി, ആത്മീയത, ഉയർച്ചകൾ, ഭക്തി, പൂജകൾ, മോക്ഷം, ത്യാഗം, വൈദ്യശാസ്ത്രം, ഓപ്പറേഷൻസ്, മുറിവുകൾ, അപകടങ്ങൾ, പൊള്ളൽ എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്നു. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ, അതായത് മേടം രാശി മുതൽ കർക്കിടകം രാശി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ രാഹുകേതു മാറ്റത്താൽ മകം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 9 നക്ഷത്രക്കാർക്കും ഈ രാഹുകേതു മാറ്റം എന്തെല്ലാം ഫലങ്ങൾ തരുന്നുവെന്ന് പരിശോധിക്കാം. ആദ്യമായി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു 7-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 12-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ജന്മത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ദമ്പതികളുടെ ഇടയിൽ സ്വരച്ചേർച്ചയില്ലായ്മയും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതിനും ഇടയാകും. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. അമിതമായ ആഗ്രഹങ്ങൾ എല്ലാത്തിനോടും ഉണ്ടാകുന്ന ഒരു സമയക്കാലമാണ്. കുടുംബത്തിൽ ദോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് പോകരുത്.
സമാന ജാതിയിൽ അല്ലാത്ത ആളുകളുമായി ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും വിവാഹ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ബന്ധുക്കളിൽ നിന്നും വിവാഹാലോചനകൾ വന്നു ചേരുന്നതിന് ഇടയാകുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സാമൂഹ്യവും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉള്ളവർക്ക് ഗുണപ്രദമാണ്. സുഹൃത്തുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ആഗ്രഹപ്രകാരം മുന്നോട്ടു പോകണമെന്നില്ല. പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ചിലത് ഉണ്ടാകാം. ഏതൊരു പുതിയ പദ്ധതിക്കും ഇറങ്ങി പുറപ്പെടുമ്പോഴും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതിനും അവയെല്ലാം ദൈവാധീനത്താൽ പരിഹരിച്ചു പോകാനും ആകും. ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. കേതുവാകട്ടെ ജന്മത്തിലാകയാൽ ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. ജോലിയിൽ അലസത പ്രകടിപ്പിക്കുന്നതാണ്. ഊർജ്ജസ്വലത കൂടുമെങ്കിലും ശ്രദ്ധ കുറയും. ചതി, വഞ്ചന എന്നിവയിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. ഞാൻ എന്ന ഭാവം വെടിയും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നതിനും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. അലസത, മടി എന്നിവ അനുഭവപ്പെടുന്നതാണ്. മാനസികമായും വൈകാരികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായി വരും. ചിങ്ങം, മകരം, ഇടവം, മിഥുനം എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു 6ാം ഭാവത്തിലേക്കും ജന്മത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു 12ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. രാഹു 7ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കഠിനാധ്വാനത്തിനെല്ലാം ഫലം കാണാനാകും. ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതായി കാണാം. കർമ്മരംഗത്ത് ഉയർച്ച, നേതൃതലങ്ങളിലേക്ക് അവസരങ്ങൾ ഉണ്ടാകാനും തൊഴിൽ മാറ്റം, വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. കർമ്മരംഗത്ത് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാകുന്നതാണ്. നിയമജ്ഞന്മാർക്കും ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്നവർക്കും മിലിറ്ററി സർവീസിലുള്ളവർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഉന്നത വിദ്യാഭ്യാസത്തിലും ഉയർച്ച പ്രതീക്ഷിക്കാം. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഏതു വെല്ലുവിളികളെയും തരണം ചെയ്യാനുള്ള സന്മനസ് ഉണ്ടാവും. ശത്രുശല്യം കുറയുന്നതിനും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കാനും ആകും. എല്ലാ തടസ്സങ്ങളും മാറി വരുന്നതാണ്. കേസുകളിലും വ്യവഹാരങ്ങളിലും വിജയിക്കാനാകും. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും വീട്, വസ്തു, വാഹനം എന്നീ വസ്തുവകകൾ അധീനതയിൽ വന്നു ചേരുന്നതിനും ഇടയാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കടബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടും. അമ്മയുടെ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകണം. ഏതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും ആശയക്കുഴപ്പങ്ങൾ മാറ്റുന്നതിനായി മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നത് നന്നായിരിക്കും. ആശയവിനിമയം ശ്രദ്ധിക്കണം. കുടുംബാംഗങ്ങളുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. 12ലെ കേതുവാകയാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാകും. എല്ലാ ധനമിടപാടുകളിലും നല്ല ശ്രദ്ധയുണ്ടാകണം. ശ്രദ്ധക്കുറവിനാൽ ധനനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. ആത്മീയത വർദ്ധിക്കുന്നതാണ്. ആത്മീയ യാത്രകളും ഉണ്ടാകും. ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വിദേശയാത്രയും തരപ്പെടും. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം വന്നു ചേരുന്നതാണ്. ഒറ്റപ്പെടലിനും സാധ്യത കാണുന്നുണ്ട്. ദോഷഫലങ്ങൾക്ക് പ്രാർത്ഥനകളും വഴിപാടുകളും ഉണ്ടാകേണ്ടതാണ്. വൃശ്ചികം, കുംഭം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും.
തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു 5-ാം ഭാവത്തിലേക്കും 12-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു 11-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 5-ലെ രാഹു പൊതുവിൽ ഗുണകരമല്ല. സന്താനം, മനസ്സ്, സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമതകൾ, പ്രയാസങ്ങളും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾ വഴി ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ഏതു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കും. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുന്നതിനും വലിയ ആഗ്രഹങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. എല്ലാ കാര്യത്തിലും തിളക്കമാർന്ന ഫലമുണ്ടാകും. കലാ-സാംസ്കാരിക രംഗത്തും വിനോദരംഗത്തും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കാം. കാര്യസാധ്യത്തിനായി ഏതൊരു വെല്ലുവിളികളെയും ഏറ്റെടുക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വ്യവഹാരങ്ങളിൽ ഗുണപ്രദമാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം ലഭിക്കാനും ആകും. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈശ്വരചിന്ത വർദ്ധിക്കുന്നതുമാണ്. കച്ചവടത്തിലും നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശ പഠനത്തിനും ജോലിക്കായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ഉന്നതരുടെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കും. നീതിയുക്തമായി തീരുമാനങ്ങൾ എടുക്കാനാകും. ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. 11-ലെ കേതു അനുകൂലമാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും ഐശ്വര്യങ്ങളും, എന്നാൽ അവ വേണ്ടവിധം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഭാവിയിലേക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണ്ട വിധത്തിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടതാണ്. ദിനചര്യകൾ പാലിച്ച് മുന്നോട്ടു പോകാനാകും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. രോഗശമനം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനനേട്ടവും സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ധനച്ചിലവുകൾ കുറയ്ക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ഭൗതിക താൽപ്പര്യങ്ങൾക്ക് കുറവ് വരുന്നതായും കാണാം. ഏതു സംരംഭങ്ങളിലും ഇറങ്ങിപ്പുറപ്പെട്ടാലും വിജയിക്കാനാകും. സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ മാറ്റിമറിക്കാനാകും. ആത്മീയ തലത്തിൽ ജീവിക്കുന്നവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ധനു, മീനം, കർക്കിടകം, ചിങ്ങം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണപ്രദമായിരിക്കും. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാഹു 4-ാം ഭാവത്തിലേക്കും 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കേതു 10-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 4-ാം ഭാവത്തിലേക്ക് രാഹു വന്നതിനാൽ സുഖം, മാതൃഭാവം എന്നിവയ്ക്ക് നല്ല അസ്വസ്ഥതകൾ ഉണ്ടാകാം. കുടുംബജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. വാസസ്ഥലം മാറുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വീട് മാറി താമസിക്കുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ശ്രമിക്കുന്നതാണ്. പുതിയ കാഴ്ചപ്പാടുകൾ ഉടലെടുക്കുകയും വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖസൗകര്യങ്ങൾ ഉയർത്തിയെടുക്കുവാനും ആകും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിലും അവയെ ദൈവാധീനം കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. മാനസിക സുഖക്കുറവും മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനും ഇടയാകും. അമ്മയുമായുള്ള ബന്ധത്തിന് അകൽച്ചയുണ്ടാകാൻ ഇടയുണ്ട്. ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്ത് ഉത്തരവാദിത്വ കൂടുതൽ ഉണ്ടാകുന്നതിനും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുവാനും ഇടയാകും. ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകാനും തർക്കങ്ങളും പരുഷമായ സ്വഭാവങ്ങളോ മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട്. അമിതമായ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. നിയമപരമായി മാത്രം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. ചതി, വഞ്ചന എന്നിവ വഴി കാര്യസാധ്യത്തിന് ശ്രമിക്കും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും ഇടയാകും. കർമ്മസംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളോ തടസ്സങ്ങളോ പ്രയാസങ്ങളോ മാറി വരുന്നതായി കാണാം. പൊതുപ്രവർത്തകർക്ക് ഗുണപ്രദമാണ്. കുടുംബത്ത് സന്തോഷ അന്തരീക്ഷം നിലനിർത്താനായി ശ്രദ്ധിക്കുക. മതവിശ്വാസം
ഈശ്വരവിശ്വാസം എന്നിവ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും അവ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഉദര സംബന്ധമായ ക്ലേശങ്ങളും അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകും. പാരമ്പര്യ തൊഴിലുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ആത്മീയ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉയർച്ചകൾ ഉണ്ടാകും. കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, സ്ഥാനമാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം. മകരം, മേടം, ചിങ്ങം, കന്നി ഈ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും. ചിലർക്ക് വ്യാഴവും ശനിയും സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർക്ക് ഈ മാറ്റത്തെ അത്ര കണ്ട് പേടിക്കേണ്ടതില്ല. രാഹു ദോഷസ്ഥാനത്തുള്ളവർ സർപ്പപൂജ, നാഗങ്ങൾക്ക് 100 പാലും ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക. കേതുർദോഷമുള്ളവർ ശനിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിക്കുകയും മാസത്തിൽ ഒരിക്കലെങ്കിലും ഗണപതി ഹോമം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഇതിനെല്ലാം പുറമെ സ്വന്തം ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതിയും അനുകൂലമായ ദശയും അപഹാരത്തിലൂടെയാണോ കടന്നു പോകുന്നതെങ്കിൽ ഭയപ്പെടാനില്ല. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.